പാക് ഒക്കുപൈഡ് കശ്മീരിൽ ഉണ്ടാകുന്ന കലാപം 4-ാം ദിവസവും അതിശക്തമായിട്ട് തുടരുകയാണ്. ഇപ്പോൾ അവിടെ കലാപം അമർച്ച ചെയ്യാനെത്തിയ പാകിസ്ഥാനിലെ പോലീസിനെ ജനങ്ങൾ ബന്ദികളാക്കി വെക്കുന്നു, അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അപ്പം POK സംബന്ധിച്ചിടത്തോളം സ്വയംഭരണാവകാശം നേടിയെടുക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകും, പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. അവരുടെ ആവശ്യം ഒന്നുകിൽ ഞങ്ങൾക്ക് സ്വയംഭരണാവകാശം തരണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടം ഞങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളും സംവരണവുമൊക്കെ നൽകണമെന്നാണ് പറയുന്നത്. നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ POKയെ നമ്മൾ ബലം പ്രയോഗിച്ച് ഇന്ത്യയിൽ ചേർക്കേണ്ട കാര്യമില്ല, അത് സ്വയം വന്ന് ചേർന്നോളും. അപ്പോൾ POK ഇന്ത്യയിൽ വന്ന് ചേരാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് ഏതെങ്കിലും ഒരു ഭരണകൂടം പട്ടാളത്തെ ഉപയോഗിച്ച് അവരുടെ ജനങ്ങൾക്ക് നേരെ വെടിവെക്കുമോ എന്ന് ചോദിച്ചാൽ അതൊരു കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. പക്ഷേ പാകിസ്ഥാനിൽ അത് സംഭവിക്കും. മാത്രമല്ല, ബോംബിടുക വരെ ചെയ്യും. ഏതാണ്ട് 30ഓളം പേർ അങ്ങനെയാണ് കൊല്ലപ്പെട്ടത്. അതായത് തെഹ്രികെ-ഇ-താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊല്ലാൻ എന്ന രീതിയിൽ പാകിസ്ഥാൻ അവിടെ ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കൃത്യമായ വിവരം നമ്മുടെ ഭരണകൂടത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നു. POKയിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാരണവശാലും ആ മേഖലയെ ഇന്ത്യയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം POK എന്ന് പറയുന്ന മേഖലയിൽ താമസിക്കുന്ന 55 ലക്ഷത്തോളം ആളുകൾക്ക് ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹമുണ്ട്. കാരണം കശ്മീരിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അവിടെ ലഭിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇവർ ഇങ്ങോട്ട് ചായുന്നത്. പക്ഷേ ഏതാണ്ട് കേരളത്തിൻ്റെ 2 ഇരട്ടി വലിപ്പമുള്ള, എന്താണ്ട് പറഞ്ഞാൽ 87,000 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഈ മേഖല, അതായത് പാക് ഒക്കുപൈഡ് കശ്മീർ എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ രാജ്യത്തോട് ചേർന്നാൽ അത്രയും ഭൂപ്രദേശം നമുക്ക് കിട്ടും, കൂടുതൽ ആളുകൾക്ക് താമസിക്കാം. പക്ഷേ ഈ ജനങ്ങൾ ആദ്യം കശ്മീരിലേക്കായിരിക്കും വരിക. കാരണം ജമ്മുവിലൊന്നും താമസിക്കാൻ അവർക്ക് കശ്മീരിൽ താമസിക്കാൻ അവർ തയ്യാറാകില്ല. കാരണം ജമ്മുവിലേക്ക് വരും, അവിടെയാണ് ഹിന്ദുക്കൾ കൂടുതലുള്ളത്. അതിനുശേഷം ബംഗാളിലേക്ക്, ഹരിയാനയിലേക്ക്, അതുപോലെ ഹിമാചലിലേക്കൊക്കെ വന്നിട്ട് വലിയ വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവർക്കുള്ളിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കറിയാം, സിയാ ഉൾ ഹക്കിൻ്റെ കാലത്ത് ഈ POK മേഖലയിൽ ഏതാണ്ട് 1000-ഓളം ഭീകര ക്യാമ്പുകൾ പരസ്യമായിട്ട് നടത്തിയിരുന്നു. അന്ന് ഈ തെഹ്രികെ-താലിബാൻ എന്ന് പറയുന്ന സംഘടന, താലിബാൻ, ISIS, ഷിയ തീവ്രവാദികൾ, ബോക്കോ ഹറാം തീവ്രവാദികൾ, ഇവർക്കൊക്കെ തന്നെ പരിശീലനം നടത്തി. അപ്പോൾ ഈ മുംബൈ ആക്രമണം നടത്തിയ ആളുകൾക്കൊക്കെ പരിശീലനം നൽകിയതും ഇവിടെ നിന്നാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള കുറച്ച് മതേതരവാദികൾ എന്ന് പറയുന്നത്, അതായത് അവാമി ആക്ഷൻ കമ്മിറ്റി, അവരാണ് പറയുന്നത് ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് വരുന്നു, ഷട്ടർ ഡൗൺ, വീൽ ജാം എന്ന് പറയുന്ന ബന്ദിന് സമാനമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പക്ഷേ അസിം മുനീർ ഉരുക്കുമുഷ്ടി കൊണ്ട് ഇതിനെ നേരിടാനായിട്ട് തയ്യാറെടുത്തു. അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള മുസ്ലിം കോൺഫറൻസ് എന്ന് പറയുന്ന അർദ്ധ മിലീഷ്യ രംഗത്തിറക്കി ഈ പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാരുമായിട്ട് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടത്തുന്നു. അങ്ങനെ ഏറ്റുമുട്ടലിൻ്റെ ഫലമായിട്ട് ഇവരെ കീഴ്പ്പെടുത്താമെന്നാണ് കരുതിയത്. പക്ഷേ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ, അതുപോലെ തന്നെ ബലൂജ് മേഖലയിൽ, ഇപ്പോൾ ഈ പറയുന്ന POK മേഖലയിലൊക്കെ തന്നെ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു. പ്രക്ഷോഭകാരികൾ പട്ടാളത്തെ, പാക് ഭരണകൂടത്തെ അവിടെ നിന്ന് അടിച്ചോടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടി കൂടി കിട്ടുന്നുണ്ട്. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ആഗോള തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് നേരത്തെ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് 2 തവണ പാകിസ്ഥാൻ പ്രസിഡൻറ്റും അതുപോലെ തന്നെ അസിം മുനീർ എന്ന് പറയുന്ന ഭരണാധികാരിയും അമേരിക്കയിലെത്തിയും ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് നേഷൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ കൂടിയപ്പോൾ പാകിസ്ഥാനും ചൈനയും ചേർന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ആഗോള ടെററിസ്റ്റ് ഗ്രൂപ്പ്, അതായത് ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ബ്രിട്ടനും ഫ്രാൻസും അതിനെ എതിർത്തു. പിന്നീട് അമേരിക്ക അതിനെ വീറ്റോ ചെയ്തു. അവർ ഞെട്ടിപ്പോയി. കാരണം ഈ ബലൂജ് ലിബറേഷൻ ആർമി ഉള്ളതുകൊണ്ട് ചൈനയ്ക്ക് അവിടെ ഖനനം നടത്താൻ പറ്റാത്ത പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഇന്നലെ വരെ കൂടെ നിന്ന് അമേരിക്ക ഒറ്റ നിമിഷം കൊണ്ട് മലക്കം മറിഞ്ഞു. ഇതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് റോയാണ് സൈനിക സഹായം നൽകുന്നത്, സാമ്പത്തിക സഹായം നൽകുന്നത്, ആയുധങ്ങൾ എത്തിക്കുന്നതെന്നൊക്കെ തന്നെ പാകിസ്ഥാൻ
ഔദ്യോഗികമായിട്ട് തന്നെ ലോകവേദിയിൽ പറയുന്നതാണ്. അപ്പോൾ റോയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയാണ് ഇപ്പോൾ അമേരിക്ക ഏതാണ്ട് പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് എത്തിയത്. കാരണം ഇവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആയുധ സഹായം ലഭിക്കാതിരിക്കാനായിട്ട് ഫണ്ട് ശേഖരിക്കരുത്, സ്വതന്ത്രമായി മറ്റ് രാജ്യങ്ങൾ പ്രവർത്തിക്കരുത്, ഇതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഇവർക്കെതിരെ ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന നിലയിൽ ഒരു ബാൻ ഏർപ്പെടുത്താനായിട്ട് UN-ൽ പ്രഷർ ചെലുത്തിയത്. അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇത് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ റോ പറയുന്നത് ഈ POK-യിലുള്ള ആൾക്കാരിൽ ഏതാണ്ട് 55 ലക്ഷത്തോളം ആളുകളുണ്ട്. ഇവർ മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭീകരവാദത്തെ അല്ലെ വിഘടനവാദത്തെ നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവരെ പൂർണ്ണമായിട്ടും അംഗീകരിക്കരുത്. ഇതിനകത്ത് ചില ഗൗരവമായ കാര്യങ്ങളുണ്ട്. കാരണം POK നമ്മുടെ ഭാഗമാണെങ്കിലും അവിടെ കുട്ടിക്കാലം മുതൽ തന്നെ മതപഠന ക്ലാസ്സുകളും തീവ്രവാദ ഭീകരവാദ പരിശീലന ക്യാമ്പുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൊച്ചു കുട്ടികളിൽ പോലും തീവ്രവാദം ഇഞ്ചക്ട് ചെയ്യുന്നു, ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അവരെ നമ്മുടെ ഭാഗമാക്കിയാൽ അത്ര ഗുണകരമാകില്ല. ഇപ്പോൾ നിലവിൽ ഈ POK മേഖലയിലെ പ്രശ്നം എന്താ? അവിടെ പട്ടിണിയാണ്, വിലക്കയറ്റമാണ്, ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി ഇല്ല, സൗകര്യങ്ങൾ കിട്ടുന്നില്ല. ഇതൊക്കെ തന്നെ ശരിയാണ്. അവർ പറയുന്നത് മോദിയെപ്പോലൊരു ഭരണാധികാരി ഞങ്ങൾക്ക് വേണമെന്നാണ്. കൂടാതെ അവിടുത്തെ നിയമസഭയിലേക്ക് 12 സീറ്റുകൾ ഈ കുടിയേറിയെത്തിയ ജമ്മു കാശ്മീരിലൊക്കെ ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു, അത് പിൻവലിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ ഭീകരവാദികളാണ്. ശരിക്കും പറഞ്ഞാൽ അതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 80% വരുന്ന അഫ്ഗാനികളാണ് ഈ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ അതുപോലെ തന്നെ POK മേഖലയിലൊക്കെ ഉള്ളത്. ഇവരെ നേരത്തെ ഹമാസിന് തുല്യമായ ഭീകരവാദികൾ എന്നാണ് പാകിസ്ഥാൻ തന്നെ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഈ തെഹ്രീക്ക് ഇ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടന പാകിസ്ഥാൻ ഭരണകൂടത്തിന് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണോ ഈ യമൻ ഹൂത്തികളെ സംരക്ഷിച്ചത്, ലെബനൻ എങ്ങനെയാണോ ഹിസ്ബുള്ളയെ സംരക്ഷിച്ചത്, അതുപോലെ ഈ താലിബാൻ്റെ ഒരു ബ്രാഞ്ചിനെ അല്ലെങ്കിൽ ഒരു ശാഖയെ ഈ പാക് ഭരണകൂടവും സംരക്ഷിച്ചിരുന്നു. കാരണം അവർക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ത്യയിലേക്ക് ആളുകളെ നുഴഞ്ഞു കയറ്റാനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ബലൂജ് മേഖലയിലൊക്കെ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ അവിടേക്ക് അതിക്രമം നടത്താൻ ഈ പാക് സൈന്യം എത്തിയത്. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ സിവിലിയൻസിനെ കൊന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാക് പോലീസിനെ പട്ടാളത്തിനെയൊക്കെ തന്നെ കീഴടക്കുകയാണ്, ഇവിടെ നിന്ന് ഓടിക്കുകയാണ്. അപ്പം അവാമി ലീഗ് ആക്ഷൻ കമ്മിറ്റി, ഇതാണ് അവിടെ ഈ മൗലിക അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന സംഘടന. ഇവർ പറയുന്നത് ജമ്മു കാശ്മീരിൽ 50 രൂപ കൊടുത്ത് ചപ്പാത്തി മേടിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്കിവിടെ ചപ്പാത്തി മേടിക്കണമെങ്കിൽ 300 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം 200 മുതൽ 300% വരെ കൂടിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ദുരിതം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. എന്തായാലും ഈ അഭയാർത്ഥികളെ, അതായത് നമ്മുടെ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നുഴഞ്ഞു കയറിയ അഫ്ഗാനിസ്ഥാനികളെ പുറത്താക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത്തരമൊരു നീക്കവുമായിട്ട് വീണ്ടും ഇവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രക്ഷോഭം കൂടുതൽ കടുക്കും. പാകിസ്ഥാൻ വിഭജിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. പാക് ഒക്കുപൈഡ് കശ്മീരിലേക്ക് ഇപ്പോൾ മറ്റ് സേനാ വിഭാഗങ്ങൾക്കോ പോലീസിനോ പോലും കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. അവിടുത്തെ ഈ വലിയ കണ്ടെയ്നറും മറ്റും നദിയിലേക്കും മറ്റും തള്ളുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. പോലീസിനെ ബന്ദികളാക്കുന്നു, ഉപദ്രവിക്കുന്നു, പട്ടാളക്കാരെ അവിടുന്ന് തുരത്തുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നു. ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം POKയ്ക്ക് ഇന്ത്യയിൽ ചേരണമെന്നുള്ളതാണ്. പക്ഷേ റോ നൽകുന്ന മുന്നറിയിപ്പ് POK ഇപ്പം ഇന്ത്യ പൂർണ്ണമായിട്ടും സ്വീകരിക്കരുത്, വിഘടനവാദത്തെ പണം കൊടുത്ത് വാങ്ങുന്നതിന് തുല്യമാണ്. അപ്പോൾ POK നൽകുന്ന ഈ സൂചന ഇന്ത്യക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്നൊക്കെയുള്ളത് ഭരണകൂടമാവും അന്തിമമായിട്ടും തീരുമാനിക്കുക. അതുകൊണ്ടാണ് ഒരു യുദ്ധത്തിലൂടെ POK കീഴടക്കാൻ ഇന്ന് വരെ ഇന്ത്യ തയ്യാറാകാതിരുന്നത്. ഈ പ്രക്ഷോഭം 4 ദിവസം പിന്നിട്ടതോടുകൂടി അക്രമം വ്യാപകമായിട്ടുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, പട്ടിണി വർദ്ധിച്ചു വരുന്നു. തുടർന്നുണ്ടാകുന്ന കലാപം ഏത് തരത്തിലായിരിക്കും വ്യാപിക്കുക, വിപുലമാകുക എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.